മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങളെക്കുറിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് ആവർത്തിച്ച് ഇഡി ഹൈക്കോടതിയിൽ. അന്വേഷണത്തിന് ഇതുവരെ കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല. അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണം. കൂടാതെ ഇടപാടുകളിൽ തീരുമാനം കൈക്കൊണ്ട വ്യക്തികളുടെ മൊഴിയും പ്രധാനമെന്നും ഇഡി വ്യക്തമാക്കി. മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇഡി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. അതിന് കിഫ്ബി മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങൾ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അക്കാര്യം തന്നെയാണ് ഇഡി ആവർത്തിച്ചത്. ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ ഈ മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിനെതിരെ തോമസ് ഐസക്കും കിഫ്ബിയും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി നിലനിൽക്കവേ തന്നെ തനിക്ക് വീണ്ടും സമൻസ് അയച്ച കാര്യം നേരത്തെ ഹൈക്കോടതിയിൽ തോമസ് ഐസക്ക് വ്യക്തമാക്കുകയും ഇക്കാര്യത്തിൽ ഇഡിയോട് ഹൈക്കോടതി വിശദീകരണം ആരായുകയും ചെയ്തിരുന്നു. ഈ വിശദീകരണത്തിലാണ് ഇഡി തോമസ് ഐസക്കിനെതിരെ പരാമർശങ്ങളും വിമർശനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ മസാല ബോണ്ട് ഇടപാടിലെ തീരുമാനമെടുത്ത പ്രധാന വ്യക്തി തോമസ് ഐസക്കാണ്. ഈ കിഫ്ബി നേരത്തെ ഇഡിക്ക് മുൻപിൽ ഹാജരാക്കിയ രേഖകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ്. കിഫ്ബി നൽകിയിട്ടുള്ള മറുപടി രേഖയിലും അതോടൊപ്പം തന്നെ ചില മിനിറ്റ്സുകളിലും, അതായത് എക്സിക്യൂട്ടീവ് യോഗത്തിന്റെയും അതോടൊപ്പം തന്നെ ജനറൽ ബോഡി യോഗത്തിന്റെ മിനിറ്റ്സുകളാണ് കിഫ്ബി ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കിയത്. ഇതിൽ തന്നെ ഈ പ്രസ്തുത കമ്മിറ്റികളുടെ ചെയർമാൻ അതോടൊപ്പം വൈസ് ചെയർമാൻ തസ്തികകളിലൊക്കെ തോമസ് ഐസക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടപാട് സംബന്ധിച്ച് തീരുമാനമെടുത്ത പ്രധാന വ്യക്തി എന്നുള്ള രീതിയിൽ ഈ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു നിലപാടാണ് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, തോമസ് ഐസക്കിന്റെ മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ ഈ തീരുമാനം കൈക്കൊണ്ട മറ്റ് വ്യക്തികൾക്ക് സമൻസ് അയക്കുവാനും അവരുടെ മൊഴി രേഖപ്പെടുത്തുവാനും സാധിക്കൂ. അതുകൂടാതെ മസാല ബോണ്ട് ഇടപാടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ ഈ തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമാണ്. അന്വേഷണം പൂർത്തിയാകണമെങ്കിലും തോമസ് ഐസക്കിന്റെ മൊഴി എടുത്തേ മതിയാകൂ എന്നാണ് ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വിമർശനം സത്യവാങ്മൂലത്തിൽ ഇഡി ഐസക്കിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇഡിയുടെ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ അകലം പാലിക്കുന്ന തോമസ് ഐസക്ക് സമാന്തരമായിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും അതോടൊപ്പം തന്നെ കോടതിക്കെതിരെയും ഇഡിക്കെതിരെയും ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇത് വിമർശനം എന്നുള്ള രീതിയിലാണ് ഇഡി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് കൂടി ഹൈക്കോടതി നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഇഡി പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഇഡിയുടെ സമൻസിൽ നിർബന്ധമായിട്ടും ഹാജരാകണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇഡി നൽകിയിട്ടുള്ള സമൻസ് നിലനിൽക്കുമെന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇഡിയുടെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോടതി ഒരു ഘട്ടത്തിലും ഈ അന്വേഷണത്തെ എതിർത്തിട്ടില്ല, അന്വേഷണത്തിന് സ്റ്റേ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായിട്ട് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ആതിര, ശരി, അത് തന്നെയാണ്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.